ഈ കേസിന് ആദ്യം മുതലേ തന്നെ എല്ലാവരും ഉന്നയിച്ചൊരു കാര്യമുണ്ട്, ഗൂഢാലോചന, 8-ാം പ്രതിയുടെ ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ കേസിന്റെ പകർപ്പ് വായിച്ച വിധി പകർപ്പ് വായിച്ച ഒരാളാണ്. ഈ ഗൂഢാലോചനയെ പറ്റി എന്താണ് അതിൽ പറയുന്നത്? ഗൂഢാലോചന ഇത് ആദ്യം തന്നെ പറയട്ടെ, 1721 പേജുള്ള ഒരു വലിയൊരു പുസ്തകമാണ് ഈ വിധി പകർപ്പ്. പൂർണ്ണമായി വായന തീർന്നിട്ടില്ല. കാരണം ഹൈക്കോടതി അടയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ എന്ന് പറഞ്ഞ തിരക്കുകളും ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും വായിക്കാൻ സാധിച്ചിട്ടില്ല. പൂർണ്ണമായി വായിച്ച ശേഷം മാത്രമാണ് നമുക്ക് അതിനകത്തൊരു എടുത്ത് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പകുതി വായനയിൽ ഞാൻ പറഞ്ഞില്ലേ, കോൺസ്പിറസി തിയറിയുടെ ഒരു പീസ് ഓഫ് പേപ്പർ പോലും ഹാജരാക്കാതെ വെച്ചിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ കുറെ കാര്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ നോക്കി. വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കുറെ കാര്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ നോക്കി, പക്ഷെ അതൊന്നും ഒത്തില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി മുന്നോട്ടുള്ള വായനയിൽ നമുക്ക്, അതായത് ഒരു ആദ്യ വായന കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി വായിക്കാൻ തോന്നും, നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയാണെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഇത്രയും എന്താ പറയുക, ഇത്രയും വളരെ എക്സ്പ്രസീവായിട്ട് വളരെ കൃത്യവും പക്വവുമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണത്. ഞാൻ വായിച്ച അത്രയും പേജുകളിലും അത്ര പക്വതയോട് കൂടി നടത്തിയൊരു നല്ലൊരു ജഡ്ജ്മെന്റ് ആണ്. പിന്നെ എല്ലാവരും പറയും അതായത് ഈ പറഞ്ഞ ശിക്ഷ കുറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. അത് പേഴ്സണലി ഞാൻ യോജിക്കുന്നു. ശിക്ഷ കുറഞ്ഞു പോയല്ലോ എന്ന്, കാരണം ഞാനും ഒരു സ്ത്രീയാണ്, ഒരു അഭിഭാഷകയാണ് എന്നല്ല ഉപരി ഞാനും ഒരു സ്ത്രീയാണ്. ശിക്ഷ കുറഞ്ഞു പോയി എന്ന് പറയുന്നതിനകത്ത് ഞാനും യോജിക്കുന്നു. ശിക്ഷ കുറച്ച് ജീവപര്യന്തമാകാമായിരുന്നു. കാരണം ജീവിതാവസാനം വരെ ആ പെൺകുട്ടിയുടെ വേദന തീരുന്നില്ല. തീർച്ചയായിട്ടും ജീവപര്യന്തമാകാമായിരുന്നു എന്ന് എന്നിലെ അഭിഭാഷക അങ്ങനെ തീർച്ചയായിട്ടും പറയുന്നു. പക്ഷെ നമ്മുടെ കോടതിയുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കണം. കോടതിയുടെ ജഡ്ജ്മെന്റിനെ വളരെ പക്വതയോടുകൂടിയാണ് വിമർശിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും തോന്നിവാസം എഴുതി വെക്കാനും, ഞാൻ ഈ ഇടയ്ക്ക് കണ്ടാണ്, അതായത് ആ ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഒരു 2 വെട്ട് വെട്ടി ട്രോളൊന്നും എന്തെല്ലാം തോന്നിവാസങ്ങൾ എഴുതി കാണിക്കുന്നു. ഇതൊന്നും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളാണ്.